തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ. ബൈബിൾ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിൻ്റെ ദൈവശാസ്ത്ര വീക്ഷണങ്ങളെക്കുറിച്ച് കാണുകയായിരുന്നു. വളരെ മനോഹരമായിട്ട് ചിട്ടപ്പെടുത്തിയ ഒരു പുസ്തകമാണ് ജോഷുവയുടെ പുസ്തകം. അവർക്ക് നമ്മൾ കേട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു മൈഗ്രേഷൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് ജോഷുവയുടെ പുസ്തകം. അതിൻ്റെ സമാപനം നോക്കി എത്ര മനോഹരമായിരുന്നു. ഉടമ്പടിയുടെ നവീകരണത്തിലൂടെ ഒരു പുതിയ ജനതയെ രൂപപ്പെടുത്തി ആ ജനതയിലൂടെ വിശ്വാസം ആ പ്രദേശത്ത് വർദ്ധിപ്പിക്കുകയും അതിലൂടെ ജനം വളരുകയും ചെയ്യുന്ന രംഗമാണ് നമ്മൾ ഈ ജോഷുവയുടെ പുസ്തകത്തിൻ്റെ സമാപനത്തിൽ കണ്ടത്. വിശ്വാസം വർദ്ധിപ്പിക്കുക, ആ വിശ്വാസത്തിലൂടെ ജനം വളരുക, അത് ജോഷുവയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ജനതയ്ക്ക് മുഴുവൻ ഉണ്ടായിരുന്നത്. കാരണം ഏകദൈവത്തിലുള്ള വിശ്വാസത്തെ ശക്തിയോടുകൂടി ഏറ്റുപറയുന്ന ഒരു ജനതയുടെ രൂപീകരണമാണ് ജോഷുവയുടെ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യകാലങ്ങളിലൊക്കെ ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ നമുക്ക് പിന്നീടൊക്കെ ഏതെങ്കിലുമൊക്കെ സമയത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അല്പം ഡിസ്പ്യൂട്ടഡായിട്ടുള്ള ഉത്തരങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കതിന് പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ ചോദ്യോത്തര വേളകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ വിശ്വാസ ജീവിതത്തെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തെ ജോഷുവയുടെ പുസ്തകം ഒരുക്കിയെടുക്കുകയാണ് വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശനത്തിലൂടെ. അതാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ചകളിലൂടെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി കാണാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. നമ്മൾ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ബൈബിളിൽ ഈ പുസ്തകത്തെ വേറൊരു പുസ്തകമായിട്ടാണ് നമ്മൾ കാണുന്നത്. ജോഷുവയുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തോടു കൂടി ഇത് അവസാനിക്കുന്നു. ഉടനെ ജോഷുവ പുസ്തകം അവസാനിക്കുന്നു. പിന്നെ അടുത്ത പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകമായിട്ട് പ്രത്യേകമായിട്ടുള്ള ആമുഖവും ഘടനയും ഒക്കെ കൊടുക്കുന്ന സംഗതികളാണ് നമ്മൾ കാണുക. ഇതൊക്കെ പറയുമ്പോഴൊക്കെ ബൈബിളൊക്കെ എടുത്ത് നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ മുതൽ ആരംഭിക്കുകയാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ജോഷുവയുടെ പുസ്തകത്തിൻ്റെ തുടർച്ച എന്നോണമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്താണ് 1-ാമത്തെ അധ്യായത്തിൻ്റെ കണ്ടൻറ്റ്? ഈ കണ്ടൻറ്റ് ഇതാണ്, അതിൻ്റെ സത്ത ഇതാണ്. യഥാർത്ഥത്തിൽ ജോഷുവയുടെ മരണത്തിന് ശേഷം വീണ്ടും ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് കാനാന്യർ കടന്നു വന്നു. കാരണം അവർ ഇസ്രായേൽ ജനം താമസിക്കുന്നത് വാഗ്ദാന ദേശത്താണ്. പക്ഷേ എല്ലാ കാനാന്യരെയും അമോര്യരെയും അല്ലെങ്കിൽ വിജാതിരായിട്ടുള്ള എല്ലാവരെയും പാടെ നിർമ്മാർജ്ജനം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ജോഷുവ തന്നെ 23-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരെയും നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല, അവരൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. അതിനാൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് നിങ്ങൾക്ക് അവരെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ജോഷുവ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അതേ മുന്നറിയിപ്പ് തന്നെ വീണ്ടും ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ പറയുന്നത് ധാരാളം ആളുകൾ കാനാന്യരുണ്ട്, ജബൂസ്യരുണ്ട്, അമോര്യരുണ്ട്. ഇവരെ ഒന്നും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചില്ല. അവർ ഇസ്രായേൽക്കാരുടെ കൂടെ താമസിച്ചിരുന്നു. ആ അവസരത്തിലാണ് ദൈവമായ കർത്താവ് തന്നെ രംഗപ്രവേശം ചെയ്യുന്നത്. ചോദിക്കുക, ആരാണ് എനിക്ക് വേണ്ടി പോവുക? ഈ കാനാന്യരെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ആരാണ് പോകുന്നത്? ഉടനെ പറയുകയാണ്, ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞു. കർത്താവ് പറഞ്ഞു, ജൂദ ആദ്യം പോകട്ടെ,
ഇതാ ഞാൻ ആ ദേശം അവനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ജൂദ സഹോദരനായ ശിമയോനോട് പറഞ്ഞു, എനിക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് എന്നോടുകൂടെ വരിക, കാനാന്യരോട് നമുക്ക് പോരാടാം. നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേശത്തേക്ക് ഞാനും നിന്നോടുകൂടെ പോരാം. ശിമയോൻ അവനോടുകൂടെ പുറപ്പെട്ടു. വായിക്കുമ്പോൾ ചെറിയ ഹിസ്റ്റോറിക്കൽ ഈവൻ്റ് എന്ന് മാത്രമേ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ അതിൻ്റെ ഉള്ളിൽ വലിയൊരു സത്യം കിടപ്പുണ്ട്. വിശുദ്ധ ഗ്രന്ഥകാരൻ ഇതെഴുതുമ്പോൾ അവൻ മനസ്സിലാക്കുന്നതും മുൻപിൽ കാണുന്നതും അല്ലെങ്കിൽ അനുഭവിച്ചതുമായിട്ടുള്ള യാഥാർത്ഥ്യം ജൂദായ്ക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്ന പ്രാധാന്യമാണ്. ജൂദായുടെ ഗോത്രത്തിന് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ കൊടുക്കുന്ന പ്രാധാന്യമാണ്. ജൂദായുടെ ഗോത്രത്തിൽപ്പെട്ട ദാവീദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇസ്രായേൽ ജനം കൊടുക്കുന്ന പ്രാധാന്യമാണ്. ഈ പ്രാധാന്യത്തെയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു സമൂഹം ഉണ്ടാകുകയും ആ സമൂഹത്തിൻ്റെ വളർച്ച മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ജൂദ എന്ന് പറയുന്ന ഒരു ലീഡർ കടന്നു വരികയാണ്. കാനാന്യരോട് പൊരുതാൻ വേണ്ടി ജൂദ എന്ന് പറയുന്ന ലീഡർ കടന്നു വരികയാണ്. അവനോടൊപ്പം ശിമയോനും കടന്നു വരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ശിമയോൻ എന്ന് പറയുന്ന ഗോത്രം ആരംഭകാലത്ത് തന്നെ ജൂദ ഗോത്രത്തോട് ലയിച്ചു എന്ന് ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റിനെ ചരിത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ജൂദാദേശത്തോട് ഈ ശിമയോൻ എന്ന് പറയുന്ന ഗോത്രം ലയിച്ചു. പിന്നീട് ഈ ശിമയോനെക്കുറിച്ച് അധികം ഒന്നും കിട്ടുന്നില്ല. കാരണം പാവപ്പെട്ട ശിമയോൻ എവിടെയാണ് കിട്ടിയതെന്നറിയാവോ? മരുഭൂമിയാണ് കിട്ടിയത്. ജോഷുവ കൊടുത്തപ്പോഴത്തേനും കിട്ടിയ സ്ഥലം മരുഭൂമിയാണ്. പാവം. അപ്പം അങ്ങനെ ആ മനുഷ്യൻ എന്ത് ചെയ്തു? കുറച്ച് കഴിയുമ്പോഴത്തേനും ജൂദാദേശത്തോട് ലയിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റിനെ അല്ലെങ്കിൽ ചരിത്രപരമായ വസ്തുതയെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, ജൂദ ഞങ്ങൾ പോകട്ടെ, അവനോടൊപ്പം ശിമയോനും പോകട്ടെ, കാനാന്യരോടും ജെബുസ്യരോടും പൊരുതി അവരെ തോൽപ്പിച്ച് ആ ദേശം പിടിച്ചടക്കട്ടെ എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുക. ജെബുസ്യരോടും കാനാന്യരോടും പൊരുതി. ഇത് പറയുന്നതിലൂടെ ജൂദാദേശം പിൽക്കാലങ്ങളിൽ എങ്ങനെയാണ് കാനാന്യരോടും അതുപോലെ തന്നെ ജെബുസ്യരോടും പോരാടുന്നതും ജെബുസ്യരുടെ പട്ടണത്തെ പിടിച്ചടക്കുന്നതും, ദാവീദ് രാജാവ് ആ പട്ടണം പിടിച്ചടക്കി ദാവീദ് രാജാവിൻ്റെ തലസ്ഥാനം, ഇസ്രായേലിൻ്റെ തലസ്ഥാനം ജെറൂസലേമിൽ സ്ഥാപിക്കുകയും ജെബുസ്യരുടെ നാടായ ജെറൂസലേമിൽ സ്ഥാപിക്കുകയും അതുവഴിയായി ജെറൂസലേമിനെ ഉയർത്തുകയും ചെയ്തത് എന്നതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മുന്നാസ്വാദനം പോലെയാണ് ഈ ഒരു ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏറ്റവും വലിയ ചിന്ത ജൂദാ ഗോത്രത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, ജെറൂസലേമിന് കൊടുക്കുന്ന പ്രാധാന്യം. ഇതേപോലെ തന്നെ മറ്റു ഗോത്രങ്ങളെയും കർത്താവ് പറഞ്ഞു വിടുന്നതായിട്ടാണ് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുക. എന്നാൽ അവരെല്ലാവരും, മറ്റു ഗോത്രങ്ങളെല്ലാവരും തന്നെ തോറ്റു പിന്മാറിയതിൻ്റെ ചരിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്: ബെഞ്ചമിൻ എന്ന് പറയുന്ന ഗോത്രം, they could not conquer the land of Jebusites. ജെബുസ്യരുടെ പട്ടണത്തെ നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. ബെഞ്ചമിൻ എന്ന് പറയുന്ന ദേശം, അഷേർ എന്ന് പറയുന്ന ദേശക്കാർക്ക് കാനാന്യരെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ദാൻ എന്ന് പറയുന്ന ദേശക്കാർക്ക് കാനാന്യരെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. അവരൊക്കെ തോറ്റു പിന്മാറിയതിൻ്റെ ചരിത്രമാണ് 1-ാമത്തെ അധ്യായത്തിൽ കൊടുക്കുക. ഇത് ഒരു വലിയ ഹിസ്റ്ററിയുടെ ഒരു ബാക്കപ്പ് നമുക്ക് നൽകിയിരിക്കുക. കാരണം ബെഞ്ചമിൻ ഗോത്രക്കാരനാണ് സാവൂള്. 1 സാമുവേലിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ
സാവൂൾ എന്ന് പറയുന്ന വ്യക്തി ബെഞ്ചമിൻ ഗോത്രക്കാരനാണെന്നും കിഷ് ആണ് അദ്ദേഹത്തിൻ്റെ പിതാവെന്നും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ബെഞ്ചമിൻ ഗോത്രക്കാരനായ സാവൂളിന് ജൂദ എന്ന് പറയുന്ന ജൂദ എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ തലവനാകാൻ സാധിച്ചില്ല, ജെറുസലേം പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നതിനെക്കുറിച്ചുള്ള സൂചനയും കൂടിയാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ നടത്തപ്പെടുന്നത്. ബെഞ്ചമിൻ ഗോത്രം ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ ജബൂസ്യരുടെ നാടായ ജെറുസലേമിനെ പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. മറ്റു ഗോത്രങ്ങൾക്കും അവരുടെ ഈ യുദ്ധത്തിൽ പോയപ്പോൾ കാനാനിയെ നശിപ്പിക്കാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ അവരുടെ അരക്ഷിതാവസ്ഥയും അവരുടെ പിന്നിലുള്ള പിൽക്കാലങ്ങളിൽ അവർക്ക് അനുഭവപ്പെടേണ്ടി വന്ന ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളെയും ഒക്കെ ഇതിൻ്റെ ഈ ഒരു വചനഭാഗത്തിന് മുമ്പിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥകാരൻ. അതുകൊണ്ട് ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജോഷുവയുടെ പുസ്തകത്തിൻ്റെ തുടർച്ചയാണ്. അതായത് ഇസ്രായേലിൻ്റെ കാനാൻ ദേശത്തേക്കുള്ള പ്രവേശനത്തിൻ്റെ അവിടെ കാനാന്യരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുക. എന്നാൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു വാക്ക് കടന്നു വരികയാണ്. ബൊക്കീം എന്ന് പറയുന്ന വാക്ക്. എന്താ വാക്കിൻ്റെ അർത്ഥം? കെട്ടിപ്പിടിച്ച് കരയുക എന്നുള്ളതാണ്. കാരണം ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ബൊക്കീം. ആ സ്ഥലത്ത് ആ പേര് വരാനുള്ള കാരണം അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. കരയാനിടയായ കാരണം ഒരു മാലാഖ പ്രത്യേക ഒരു ദൈവദർശനം ഉണ്ടാകുകയാണ്. ആ ദർശന സമയത്ത് പറയുന്നു, ഇസ്രായേൽ ജനം പാപം ചെയ്തു പോയി, കാനാന്യരുടെ ദേവന്മാരെ ആരാധിച്ചു, ജോഷുവ പറഞ്ഞ കാര്യങ്ങളൊന്നും നിർവഹിച്ചില്ല. അതിനാൽ അവരെല്ലാം കൂടി കെട്ടിപ്പിടിച്ച് ഞങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് വിലപിച്ചു എന്നതിനെ ഓർമ്മിപ്പിക്കുന്ന ബൊക്കീം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ബൈബിളിൽ ഇങ്ങനെ പല സ്ഥലങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ബഥേൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഭവനമെന്നാണ്. ദൈവത്തെ കണ്ടുമുട്ടിയ സ്ഥലമെന്നാണ് ബഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ. അതുപോലെ തന്നെ മഹനായിം, കർത്താവിൻ്റെ കൂടാരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പെനുവേൽ, ദൈവത്തെ മുഖാഭിമുഖം കണ്ട സ്ഥലം. ഇങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളുടെയും പേരുകൾ കടന്നു വരിക. പഴയ നിയമത്തിൻ്റെ ചരിത്രത്തിലെ പേരുകൾ കടന്നു വരുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ വ്യക്തികളുടെ പേരുകളാണെങ്കിൽ പോലും മൊശെ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവെന്നാണ്. അങ്ങനെയുള്ള പേരുകൾ, അതിൻ്റെ പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനിയുള്ള വചനഭാഗം 2-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വചനഭാഗങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വചനഭാഗം. കാരണം ഇവിടം കൊണ്ട് ഒരു വലിയ ജനറേഷൻ ക്ലോസ് ചെയ്യുകയാണ്. ജനറേഷൻ അടയ്ക്കപ്പെടുകയാണ്. വലിയൊരു ജനറേഷൻ കഴിഞ്ഞു, അടുത്ത ജനറേഷൻ ആരംഭിക്കുകയാണ്. വിശുദ്ധത്തിൽ നമ്മൾ 10-ാമത്തെ വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട്, ആ തലമുറ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു, അവർക്ക് ശേഷം കർത്താവിനെയോ ഇസ്രായേലിന് അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ വന്നു. ഒരു തലമുറയുടെ കൈമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പല തലമുറകളുടെ കൈമാറ്റമുണ്ട്. ഒന്നാമത്തെ തലമുറ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് പഠിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഭാഗമായ ആദത്തെ ഹവ്വായെ കുറിച്ചൊക്കെ പഠിച്ചു. ഒരു വലിയ തലമുറയെക്കുറിച്ചുള്ള വിവരണം ആദം മുതൽ പ്രത്യേകിച്ച് നോഹ വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് 5-ാമത്തെ അധ്യായത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിലെ ഈ തൊലദോത്ത് അല്ലെങ്കിൽ ജീനിയോളജി വംശാവലി കൊടുത്തിട്ടുണ്ട്. അത് വലിയൊരു തലമുറ, ഒരു തലമുറ. അപ്പം നോഹ വരെയുള്ള കാലഘട്ടത്തിൽ ഒരു തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറയെ ഒരു വലിയൊരു ഇത് വന്ന് ജലപ്രളയം വന്ന് നശിപ്പിച്ച് കളഞ്ഞു. പുതിയൊരു തലമുറ നോഹയ്ക്ക് ശേഷം കടന്നു വരുന്നു. ഷേം, ഹാം, യാഫത്ത്. 3 മക്കളിലൂടെ പുതിയൊരു തലമുറ കടന്നു വരുന്നു. ഷേമിൻ്റെയും ഹാമിൻ്റെയും യാഫത്തിൻ്റെയും മക്കളെക്കുറിച്ചുള്ള വിവരണമാണ്
ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തലമുറയുടെ ഭാഗമായിട്ടാണ് അബ്രാം എന്ന് പറയുന്ന വ്യക്തി, ഷേം എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട അബ്രാം, അല്ല ബാബിലോണിലെ ആ സ്ഥലത്തുള്ള അബ്രാം എന്ന് പറയുന്ന വ്യക്തി കടന്നു വരുന്നതും അദ്ദേഹത്തിലൂടെ യാക്കോബ്, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ വ്യക്തികൾ കടന്നു വരുന്നതും യാക്കോബിലൂടെ ഒരു പുതിയ തലമുറ കടന്നു വരുന്നതും. അതാണ് രണ്ടാമത്തെ തലമുറ എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെയാണ് തലമുറകളുടെ കൈമാറ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ യാക്കോബ് ഈജിപ്ത് ദേശത്ത് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവിടെ മക്കളുമായിട്ട് പോയി 430 വർഷങ്ങൾക്ക് ശേഷം പല തലമുറകൾ കടന്നു വന്നു. ആ കടന്നു വന്ന തലമുറ, വാഗ്ദാന ദേശത്ത് പ്രവേശിച്ച തലമുറ ജോഷുവയോടൊപ്പം ചേരുന്നു. അതാണ് തലമുറകളുടെ കൈമാറ്റം പറഞ്ഞതാണ്. അങ്ങനെ തലമുറകൾ കടന്നു വന്നതിന് ശേഷം എന്താണ് ചെയ്തത്? ഈ തലമുറകളെല്ലാവരും തന്നെ ജോഷുവയോട് ചേർന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്നാ? ജോഷുവയോട് ചേർന്ന് ജോഷുവയുടെ വിശ്വാസവും ജോഷുവയുടെ സന്മാർഗവും ജോഷുവയുടെ മനോഭാവങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷകരമായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പോയ വ്യക്തികളായിരുന്നു. എന്നാൽ അടുത്ത രംഗം ഇതാണ് ഒരു തലമുറയുടെ സമാപനം എന്ന് പറയുക. അവിടെ ആരംഭിക്കുന്നത് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ആരംഭിക്കുകയാണ്. ഇനി രണ്ടാമത്തെ തലമുറ കടന്നു വരാൻ പോവുക. രണ്ടാമത്തെ തലമുറയ്ക്ക് എന്നാ സംഭവിക്കുന്നത്? രണ്ടാമത്തെ തലമുറയെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ അടുത്ത തലമുറ കടന്നു വന്നു, അവർക്ക് ശേഷം കർത്താവിനെയോ അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ വന്നു. അതാണ് രണ്ടാമത്തെ തലമുറ. ഇവിടെ മുതൽ അടുത്ത ഒരു അധ്യായം ആരംഭിക്കുകയാണ്. ഒരു വലിയൊരു ചരിത്രം ആരംഭിക്കുകയാണ്. പുതിയ ഒരു തലമുറയുടെ ചരിത്രം ആരംഭിക്കുക. അപ്പം ആദ്യത്തെ തലമുറയുടെ ചരിത്രം തീർന്നു. അത് ഇസ്രായേലിൻ്റെ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്ന അനുഭവം മുതൽ ജോഷുവയുടെ കാലഘട്ടത്തിൻ്റെ സമാപനം വരെയുള്ള ഭാഗമാണ് ഒരു തലമുറ. ഇനി അടുത്ത തലമുറയുടെ അനുഭവം കടന്നു വരികയാണ്. ഈ തലമുറയാണ് നമ്മൾ കാണാൻ പോകുന്ന ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി കാണാൻ പോകുന്ന തലമുറയുടെ പ്രത്യേകത. ദൈവത്തെ അറിയുകയോ അവൻ്റെ പ്രവൃത്തികൾ മനസ്സിലാക്കുകയോ ചെയ്യാത്ത പുതിയ ഒരു തലമുറ കടന്നു വരുന്നു എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം അനുസ്മരിപ്പിക്കുക. എന്താണത്? ഇനി വരാൻ പോകുന്ന തലമുറ എന്ന് പറയുന്നത് വാഗ്ദാന ദേശത്ത് ജീവിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ബാൽ ദേവനെയും അക്ഷേരാ ദേവതകളെയും ഒക്കെ ആരാധിച്ചു പോരുകയും ഏകദൈവത്തെ മറന്ന് ബഹുദൈവ വിശ്വാസങ്ങളുടെ പിന്നാലെ പോവുകയും ചെയ്ത് വഷളന്മാരായിട്ട് മാറിയിരിക്കുന്ന ഒരു തലമുറയാണ്. അപ്പോൾ ഇങ്ങനെ മുൻപോട്ട് പോകുന്ന തലമുറയെ ഒരു പ്രത്യേകം ആയിട്ട് നയിക്കാൻ ആരുമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. ആരും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു സാഹചര്യം, അങ്ങനെ രാജാക്കന്മാരില്ലാത്ത ഒരു സാഹചര്യം. അങ്ങനത്തെ ആ സാഹചര്യത്തിൽ നിന്ന് ദൈവമായ കർത്താവ് രാജാക്കന്മാരെ കൊടുക്കുന്നു. ഈ രാജാക്കന്മാരിലൂടെ ഈ ജനം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് രാജാക്കന്മാരെ കൊടുക്കുന്നു. അവിടെയും താറുമാറായിട്ട് പോകുന്നു. അവസാനം ദൈവമായ കർത്താവ് ഇവരെ ശിക്ഷയ്ക്ക് വിധേയരാക്കുന്നു. അതാണ് ഇസ്രായേൽ ജനത്തെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് ഇസ്രായേൽ എന്നും ജൂദ എന്നും പറയുന്ന രണ്ട് രാജ്യങ്ങളെ ഉണ്ടാക്കി ദൈവമായ കർത്താവ് അവരെ ശിക്ഷിക്കുന്നു. ആ ശിക്ഷയിലൂടെ ഇസ്രായേലിനെ സമൂലമായിട്ട് നശിപ്പിക്കുന്നു. ഇസ്രായേലിനെ അസിറിയക്കാർ കൊണ്ടുപോകുന്നു, ജൂദായെ ബാബിലോൺകാർ കൊണ്ടുപോകുന്നു. ഈ ശിക്ഷയിൽ നിന്ന് കർത്താവായ ദൈവം ഈ ജനത്തെ വീണ്ടെടുത്ത് പുതിയൊരു തലമുറയിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് പോസ്റ്റ് എക്സീലി പീരീഡ് അല്ലെങ്കിൽ പ്രവാസാനന്തര കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ വചനഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
എന്തൊക്കെ നമ്മൾ കാണണം? ഈ വചനഭാഗത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് ഒരു വലിയൊരു ചരിത്രത്തിൻ്റെ ആഴമാണ്. ഈ വലിയൊരു ചരിത്രത്തെ മുഴുവനെയും ഈ ഒരു ചെറിയ വാക്യത്തിൽ ഉൾപ്പെടുത്തുകയാണ്. ഈ ചരിത്രം ഇസ്രായേൽ ജനം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ഹിസ്റ്ററി അല്ല, മറിച്ച് ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. ചരിത്രപരമായിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള ചരിത്രം, തിയോളജിക്കൽ ഹിസ്റ്ററി. എങ്ങനെയാണ് ഈ ഹിസ്റ്ററിയിലൂടെ ഇസ്രായേൽ ജനത്തിൻ്റെ നാശത്തെക്കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ. ഇസ്രായേൽ നശിക്കാൻ കാരണം, ജൂദ ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് പോകാൻ കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവത്തെയോ ദൈവത്തിൻ്റെ ജനത്തെയോ അറിയാത്ത ഒരു ജനത അവിടെ കടന്നു വരികയാണ്. അങ്ങനെയാണ് ഇസ്രായേൽ നാശത്തിലേക്ക് പോകാൻ കാരണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതുകൊണ്ട് ഈ ഭാഗം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ വചനത്തിലൂടെ ഒരു പുതിയ തലമുറയിലേക്ക് നമ്മൾ രംഗപ്രവേശം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ തലമുറ തീർന്നു, പുതിയ തലമുറയിലേക്ക് നമ്മൾ കടന്നു വരാൻ പോകുന്നു. ഇനി ഇതിൻ്റെ ഈ തലമുറയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് 11-ാമത്തെ വാക്യം 2:11 പറയുന്നത് പോലെ ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. എന്താണ് തിന്മ? ബാൽ ദേവന്മാരെ സേവിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി അവയ്ക്ക് മുമ്പിൽ കുമ്പിട്ടു. അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ തിന്മകളെക്കുറിച്ച് പറയുന്നു. ഏക കർത്താവിനെ ആരാധിക്കേണ്ട ഇസ്രായേൽ ജനം ബഹുദേവന്മാരുടെ പിന്നാലെ പോകുന്നു. ഇതിന് കർത്താവ് കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് 3-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ പേരുകളടങ്ങുന്ന ഭാഗം കടന്നു വരിക. ആരാണ് ന്യായാധിപന്മാർ? ചോദിക്കുന്ന ചോദ്യമാണ്. ന്യായാധിപൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹെബ്രായ ഭാഷയിൽ ഷൊഫേത്ത് എന്ന് പറയും. ന്യായാധിപൻ. ജഡ്ജ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നമ്മളൊക്കെ വിചാരിക്കുന്നത് ജഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ടൊക്കെ ഇട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഓർഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വിധി കൽപ്പിക്കുന്ന വ്യക്തിയാണ് ജഡ്ജ് എന്നൊക്കെയാണ്. പക്ഷേ അതിലുപരിയായി വിശുദ്ധ ഗ്രന്ഥം കൊടുക്കുന്ന ജഡ്ജിന് കൊടുക്കുന്ന വിശേഷണം ഇതാണ്: അവൻ സേവ്യറാണ്, രക്ഷകനാണ്. ജഡ്ജ് ഈസ് എ സേവ്യർ. ഷൊഫേത്ത് എന്ന് പറയുന്നത് മൊഷായ എന്ന വാക്കാണ്. ദൈവം രക്ഷകനായിട്ട് മാറുന്നത് ഈ വ്യക്തിയിലൂടെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ പുസ്തകത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് രക്ഷയുടെ അനുഭവത്തിലേക്കാണ്. ഒരിക്കലും കർത്താവ് തൻ്റെ ജനത്തെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ആഴമായ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവം ഇത് വായിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൂടെ ചെയ്യുക. ഒരിക്കലും കർത്താവ് തൻ്റെ ജനത്തെ വിസ്മരിക്കത്തില്ല. കാരണം കർത്താവിൻ്റെ ജനം എപ്പോഴും കർത്താവിൻ്റേതാണ്. കർത്താവ് ഒരിക്കലും ഈ ജനത്തെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര പാപം ചെയ്തെങ്കിലും കർത്താവ് അവന് ശിക്ഷ കൊടുക്കും. അത് ശിക്ഷണമാണ്. ചസ്റ്റൈസ്മെൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ചസ്റ്റൈസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷണമാണ്. മാതാപിതാക്കൾ എങ്ങനെയാണ് മക്കളെ ശിക്ഷിക്കുന്നത്? അത് നശിക്കാൻ വേണ്ടിയിട്ടല്ല, നാശത്ത് കാണാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കുന്നത് ശിക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, വളരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയുള്ള ഒരു ശിക്ഷണമാണ് കർത്താവ് നൽകുന്നത് എന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു വലിയ പ്രത്യേകത യുദ്ധങ്ങളാണ്. വീണ്ടും യുദ്ധങ്ങൾ വരിക. ഈ യുദ്ധങ്ങളും ജോഷുവയുടെ പുസ്തകത്തിൽ നടക്കുന്ന യുദ്ധങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ യുദ്ധം, ജോഷുവയുടെ പുസ്തകത്തിൽ നടത്തുന്ന യുദ്ധം എന്ന് പറയുന്നത് വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള ചില ഗോത്രങ്ങളും വർഗങ്ങളും ഒക്കെ വന്ന്
അവനെ അടിച്ച് ഇടിച്ച് കൊന്ന് ഒരു പരുവാക്കുന്നതിനാണ് അവിടുത്തെ യുദ്ധം. എന്നാൽ ഇവിടുത്തെ യുദ്ധമെന്ന് പറയുന്നത് ദേശങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. നേഷൻസ് തമ്മിലുള്ള യുദ്ധമാണ്. ദേശങ്ങൾ തമ്മിലുള്ള യുദ്ധം. എന്താ ഈ ദേശങ്ങൾ തമ്മിലുള്ള യുദ്ധം? ഈ യുദ്ധം തമ്മിലുള്ള വ്യത്യാസം എന്നാണ്? ദേശങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്തിനാ ഒരു ദേശം മറ്റൊരു ദേശത്തെ യുദ്ധത്തിൽ പിടിച്ചടക്കുന്നത് യഥാർത്ഥത്തിൽ? കാരണം ഇവരുടെ ദൃഷ്ടിയിൽ, ഞാൻ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഇവരുടെ ദൃഷ്ടിയിൽ, ഈ ദേശക്കാരുടെ ദൃഷ്ടിയിൽ ഒത്തിരി ദേശങ്ങൾ, ഇസ്രായേൽ കാനാൻ ദേശം എന്ന് പറയുന്ന ചെറിയൊരു ദേശമാണ്. അന്ന് ഇന്നത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8 മില്യൺ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. കേരളത്തിൻ്റെ അത്രയൊക്കെ വരത്തുള്ളൂ, ഏകദേശമൊക്കെ അത്രയൊക്കെ വരത്തുള്ളൂ. ജെറുസലേമിൽ നിന്ന് അതിൻ്റെ ബോർഡറിലേക്ക് വേണമെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 400 കിലോമീറ്ററേ ഉള്ളൂ. അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു 600 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലൊക്കെയാണ്, 600 അല്ലെങ്കിൽ 800 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേശം കിടക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അതിൻ്റെ അതിൻ്റെ അകത്തെ പകുതി മുക്കാലും ഭാഗവും എന്നതാ ഈ മരുഭൂമിയാണ്. ബാക്കിയുള്ളതൊക്കെ കുറച്ച് ചെറിയ പച്ചപ്പൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ നോർത്തേൺ പ്രദേശത്തേക്ക് പോയി കഴിയുമ്പോൾ, ഗലീലി പ്രദേശത്തേക്കൊക്കെ പോയി കഴിയുമ്പോഴൊക്കെയുള്ള പ്രദേശമാണ്. പക്ഷേ ഇതിന് ചുറ്റും ധാരാളം സമൂഹങ്ങളുണ്ടായിരുന്നു, ദേശക്കാരുണ്ടായിരുന്നു, ചുറ്റിലുമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വരെ ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ തന്നെ താഴത്തെ ഭാഗം എന്ന് പറയുന്നത് പറയുന്നത് വടക്കെന്ന് പറയുന്നത് ഈജിപ്താണ്. പാരാൻ മരുഭൂമിയാണ്, ഈജിപ്തിലെ പാരാൻ മരുഭൂമിയാണ്. അതിനുശേഷം മുകളിലെ തെക്കൻ ഭാഗം എന്ന് പറയുന്നത് ലെബനോണാണ്. ലെബനോണിൻ്റെ സൈഡിലാണ് നമുക്ക് പരിചയമായിട്ടുള്ള കേസറിയ ഫിലിപ്പി എന്ന് പറയുന്ന പ്രദേശം കിടക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഈ വശം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടൽ ഒരു ഭാഗത്തുണ്ട്, യൂഫ്രട്ടീസ് വേറൊരു ഭാഗത്തുണ്ട്. അപ്പോൾ അത്രയും ഉള്ളൂ ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇന്നത്തെയൊക്കെ ഇസ്രായേലിൻ്റെ അല്പം വിശകലനം കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അതിന് ചുറ്റും കിടന്നുകൊണ്ടിരുന്ന ദേശങ്ങൾ ഇഷ്ടംപോലുണ്ട്. മൊവാബ്യർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ, നമുക്കറിയാം റൂത്തിൻ്റെ പുസ്തകത്തിലെ റൂത്ത് എന്ന് പറയുന്ന വ്യക്തി മൊവാബ്യ സ്ത്രീയായിരുന്നു. അതുപോലെ തന്നെ മൊവാബ്യരുടെ ഇടയിലൂടെ മോശ ഇസ്രായേൽക്കാരെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏസാവിൻ്റെ മക്കളാണ് ഏദോമ്യർ. ഏദോം എന്ന് പറയുന്നൊരു ദേശം ഇസ്രായേലിനെതിരെ കടന്നു വന്നിരിക്കുന്ന ദേശക്കാരാണ്. അതുപോലെ തന്നെ അമ്മോൻ എന്ന് പറയുന്ന ദേശം ഇസ്രായേൽക്കാർക്കെതിരെ കടന്നു വരുന്ന ദേശമാണ്. ഈ 3 ദേശത്തിൻ്റെയും പ്രത്യേകത ഇസ്രായേൽക്കാർക്കെതിരെയാണെങ്കിലും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദേശങ്ങളാണ്. പ്രത്യേകിച്ച് ഏസാവ് എന്ന് പറയുന്ന വ്യക്തി യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സഹോദരനാണ്. മോവാബ്യരും അമ്മോന്യരും ഉണ്ടായത് എങ്ങനെയാണെന്ന് ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം പഠിപ്പിക്കുന്നുണ്ട്. നോഹയുടെ മക്കളിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്, പെൺമക്കളിൽ നിന്ന്. നോഹ എല്ലാം കഴിഞ്ഞതിന് ശേഷം നോഹ വീഞ്ഞു കുടിച്ച് ഉന്മത്തനായിട്ട് കിടന്നപ്പോൾ തങ്ങളുടെ തലമുറയെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പെൺമക്കൾ വന്ന് പിതാവിനോട് ശയിച്ചപ്പോൾ ഉണ്ടായ മക്കളാണ് അമ്മോന്യരും മൊവാബ്യരും. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രദേശങ്ങളാണിത്. ഇനി വീണ്ടും അല്പം കൂടെ എടുത്തു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന പ്രദേശം കാണും. അവിടെ ആ പ്രദേശം എന്ന് പറയുന്നത് അസീറിയക്കാരുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. അതുപോലെ തന്നെ സുമേറിയൻസ് ഉണ്ടായിരുന്നു 5000 വർഷം മുമ്പ്. അതുപോലെ തന്നെ ബാബിലോണിയൻസ് ഉണ്ടായിരുന്നു, പേർഷ്യക്കാരുണ്ടായിരുന്നു, ഹാരാനിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ ദേശക്കാരാണ്. ഏദോമ്യരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മിതിയാങ്കാരുണ്ടായിരുന്നു, ഫിലിസ്ത്യർ, വേറൊരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫിലിസ്ത്യരുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ദേശക്കാരെ തൊട്ട് അയൽലോകത്ത് കിടക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ലക്ഷ്യം ഈ ദേശത്തെ ആക്രമിച്ച് കീഴടക്കുക, അതായത് ഈ ഇസ്രായേൽ ജനത്തെ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഹോബിയായിട്ടുണ്ടായിരുന്നത്. നമ്മൾ കണ്ടതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക, ഇങ്ങനെ ധാരാളം വിദേശ ശക്തികൾ അവിടെ ഉണ്ടായിരുന്നു.
ഈ വിദേശ ശക്തികളുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം പൊളിറ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളർന്നു വരുന്ന ഒരു മനോഹരമായ ഒരു തലമുറ, നല്ല വിദ്യാഭ്യാസവും വിദ്യാഭ്യാസവും അല്ല ശക്തിയും കളറും ഒക്കെയുള്ള നല്ലൊരു തലമുറ കടന്നു വരിക. അവർക്കെതിരെ ഒന്ന് അശക്തമായിട്ട് പിടിച്ചെടുക്കണം. ആ ദേശം, ഫലപുഷ്ടമായിട്ടുള്ള പ്രദേശം ഒന്ന് പിടിച്ചെടുക്കണം. അതിനുവേണ്ടി അവർ നടത്തുന്ന യുദ്ധങ്ങളുടെ കഥയാണ് യഥാർത്ഥത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അതാണ് ആ യുദ്ധങ്ങളുടെ കഥ. ഈ യുദ്ധങ്ങളിൽ നിന്ന് ഇവരെങ്ങനെ രക്ഷപ്പെട്ടു എന്നതാണ് വീണ്ടും അവതരിപ്പിക്കുന്നതാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം. യുദ്ധങ്ങളുടെ കഥ, യുദ്ധം ചെയ്യാൻ വരുന്ന വിദേശ ശക്തികൾ, അതുപോലെ തന്നെ വിദേശ ശക്തികളിൽ നിന്ന് എങ്ങനെ ഇസ്രായേൽ ജനം രക്ഷപ്പെട്ടു, ഇതിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ കഥ, ഈ ന്യായാധിപന്മാരുടെ പുസ്തകം. അതിൻ്റെ ഇടയിൽ ഫിലിസ്തീനുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. എന്നാൽ ഈ ഹിസ്റ്റോറിക്കൽ ഈവൻ്റ് അല്ല യഥാർത്ഥത്തിൽ അതുപോലെ തന്നെയല്ല വിശുദ്ധ ഗ്രന്ഥകാരൻ കൊടുക്കുന്നത്. മറിച്ച് ഇത് യുദ്ധമുണ്ടാകാനുള്ള കാരണം എന്താണ് അവർ ചോദിക്കുക. ഇങ്ങനെ പിൻകാലങ്ങളിൽ എഴുതുമ്പോഴത്തേക്കും ചോദിക്കുകയാണ്, ഇത് ഉണ്ടാകാനുള്ള കാരണം എന്താ? പൊളിറ്റിക്കലായിട്ടുള്ള കാരണമല്ല പറയുന്നത്, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലായിട്ടുള്ള കാരണമല്ല പറയുന്നത്. മറിച്ച് അവർ പറയുന്ന കാരണം, ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഞങ്ങൾ പാപം ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതാണ് വിശ്വാസത്തിൻ്റെ അനുഭവം. ദൈവമായ കർത്താവിന് മുമ്പിൽ ചെയ്ത പാപത്തിന് ദൈവം നൽകുന്ന ശിക്ഷണമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ന്യായാധിപന്മാരുടെ പുസ്തകം വിശ്വാസത്തിൻ്റെ പുസ്തകമായിട്ട് രൂപാന്തരപ്പെടുക. അവിടെയാണ് ഇതിൻ്റെ തിയോളജി കടന്നു വരിക. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള എല്ലാ ന്യായാധിപന്മാരും വരുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യായാധിപന്മാരെന്ന് പറഞ്ഞാൽ ജഡ്ജസ് എന്നുള്ള സെക്കുലർ സെൻസിലല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് രക്ഷകരാണ്. എല്ലാവരും രക്ഷകരാണ്. ആ രക്ഷകർ കടന്നു വരുന്നതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അതിനെല്ലാ രക്ഷകരും കടന്നു വരുന്നതിന് മുമ്പായിട്ട് ഒരു സ്റ്റീരിയോടൈപ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയുള്ള, സമാനമായിട്ട് നിൽക്കുന്ന ഒരു ഫോം അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ജനം പാപം ചെയ്തു. എന്താണ് പാപമെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായിരുന്നു പാപം? ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയി. കർത്താവിനെ അവർ വിസ്മരിച്ചു. അതിനാൽ ദൈവത്തിൻ്റെ കോപം അല്ലെങ്കിൽ ക്രോധം ഇസ്രായേൽ ജനങ്ങളുടെ മേൽ പതിച്ചു. അതാണ് രണ്ടാമത്തെ വിശ്വാസത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. കർത്താവ് കോപിച്ചു, കർത്താവിൻ്റെ ക്രോധം ഞങ്ങളുടെ മേൽ പതിച്ചു. എന്തു ചെയ്തു? ദൈവം അവരെ മറ്റ് ജനതകൾക്ക് വിറ്റു. മഹാർ എന്നുള്ള ഹെബ്രായ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം അവരെ മറ്റ് ജനങ്ങൾക്ക് വിറ്റു. അത് വലിയൊരു നമ്മുടെ മലയാളം പുസ്തകത്തിലൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും ഹെബ്രായ പുസ്തകത്തിലെ മഹാർ എന്നുള്ള ഹീബ്രു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ദൈവം വിറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുക എന്തോ, അത് സമൂലമായിട്ട് മാറ്റി നിർത്തുക. എന്നാൽ ആ വിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഈ ജനം ഇവരെ സേവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും the people cried out before God. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ജനം കരഞ്ഞു നിലവിളിച്ചു. ദൈവം അവർക്ക് ഒരു രക്ഷകനെ കൊടുത്തു. ഉണ്ടോ? ദൈവത്തിന് മുമ്പിലുള്ള ജനതയുടെ കരച്ചിലിൻ്റെ അനുഭവമാണ് രക്ഷകൻ എന്നുള്ള അനുഭവത്തിലേക്ക് കടന്നു വരിക. മംഗളവാർത്ത കാലത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ രക്ഷകൻ്റെ പിറവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു വലിയ ചിന്ത ആവശ്യമാണ്. ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു നിലവിളിച്ചപ്പോൾ ആ കരച്ചിൽ കേട്ട് ദൈവമായ കർത്താവ് അവർക്കൊരു രക്ഷകനെ കൊടുത്തു. ഇതേ കാര്യം തന്നെയല്ലേ നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുക. മോശയെ കർത്താവ് വിളിക്കുന്ന അവസരത്തിൽ മുൾപ്പടർപ്പിൽ നിന്ന് ഈ ദൃശ്യം ഞാനന്ന് അടുത്ത് ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുന്ന മോശയുടെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത് ഇപ്രകാരമല്ലേ:
എൻ്റെ ജനത്തിൻ്റെ രോദനം എൻ്റെ കർണപുടങ്ങളിലെത്തിയിരിക്കുന്നു. ആകയാൽ ഈ ജനത്തെ ഈജിപ്തിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ നിന്നെ ഒരു ഉപകരണമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതുതന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ദൈവശാസ്ത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ്റെയും ദൈവശാസ്ത്രം തരുന്നൊരു പുസ്തകമാണ്. ദൈവത്തിൻ്റെ ജനം പാപം ചെയ്തപ്പോൾ ദൈവമായ കർത്താവ് അവരെ വിറ്റു, മറ്റുള്ളവർക്ക് മറ്റ് ദേശക്കാർക്ക് വിറ്റു. ഈ ജനം ആ ദേശത്ത് നിന്ന്, ദൈവത്തിൻ്റെ ജനം ഈ ദേശത്ത് നിന്ന് നിലവിളിച്ചു. ആ നിലവിളിക്ക് ഉത്തരമായി ദൈവം ഒരു രക്ഷകനെ കൊടുത്തു. നോക്കിക്കേ, ഈ ഭാഗത്തിൽ ധാരാളം പ്രാവശ്യം ഓരോ ന്യായാധിപന്മാർ കടന്നു വരുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, ഈ ഒരു വചനഭാഗമാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇത് മുന്നോട്ട് പോകുമ്പോൾ ദൈവം അവരെ വിറ്റു എന്നുള്ള ഭാഗമൊക്കെ വരുമ്പോഴത്തെ എവിടെയാണ് കാണുന്നത്? അതിൻ്റെ പൂർണ്ണത കാണുന്നത് അസീറിയൻ വിപ്ലവം. ഇസ്രായേൽ ജനത്തിന് ദൈവം അവരെ കൊടുക്കുക ചെയ്യുന്നത്, വിൽക്കുക ചെയ്യുന്നത്. ഇസ്രായേൽ ജനത്തെ ദൈവം ആ അസീറിയക്കാർക്ക് വിറ്റു. ജൂദാദേശത്തെ ദൈവം ബാബിലോൺകാർക്ക് വിറ്റു. എന്നാൽ ഈ ജനം, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നിലവിളിച്ചപേക്ഷിച്ചു. ജൂദാദേശം കർത്താവിന് മുമ്പിൽ കരഞ്ഞു നിലവിളിച്ചു. കർത്താവ് ആ ദേശത്തെ സംരക്ഷിച്ചു, വിശുദ്ധീകരിച്ചു, രക്ഷകനെ കൊടുത്തു. ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ മത്തായി സുവിശേഷൻ കോട്ട് ചെയ്യുന്ന ഒരു വചനഭാഗം യെശയ്യായുടെ പുസ്തകം 9-ാമത്തെ അധ്യായമല്ലേ? അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ നിഴലിൽ വസിച്ചിരുന്നവർക്ക് പ്രകാശം ഉദയം ചെയ്തു. ആ കൂരിരുട്ട് നിഴലിൽ വസിച്ചിരുന്നവർ കർത്താവേ ഞങ്ങൾക്ക് പ്രകാശം തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രകാശം ഉദയം ചെയ്തു. ഈശോ രക്ഷകനായിട്ട് മാറുന്നത് ഇതേ അനുഭവത്തിലാണ്. ദൈവത്തിൻ്റെ ജനം ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈശോ രക്ഷകനായിട്ട് മാറുന്നത്, കർത്താവ് നമ്മുടെ രക്ഷകനായിട്ട് മാറുക. ഇതിൻ്റെ വേറൊരു രൂപമാണ് പുതിയ നിയമത്തിൽ കാണുന്ന ധൂർത്തപുത്രൻ്റെ ഉപമ. നോക്കിക്കേ, ബൈബിൾ എങ്ങനെയാണ് കണക്ട് ചെയ്ത് പോകുന്നത് നോക്കിയേ. ധൂർത്തപുത്രൻ്റെ ഉപമ എന്താ മനസ്സിലാക്കുന്നത്? ധൂർത്തപുത്രൻ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും പോയവനാണ്, സർവ്വതും നശിപ്പിച്ചു പോയവനാണ് ധൂർത്തപുത്രൻ. അതിനുശേഷം അവൻ എല്ലാം നശിപ്പിച്ച് അവസാനം കിടക്കുന്നത് പന്നികളുടെ കൂടെ കിടക്കുക. അവിടെ വെച്ച് അവന് ബോധോദയമുണ്ടാകുകയാണ്. കണ്ടോ, അവനൊരു വിറ്റു, പന്നികളുടെ കൂടെ കിടന്നു, ബോധോദയമുണ്ടായി, എഴുന്നേറ്റു, അല്ലേ? നിലവിളിക്കുക, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോവും, എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ ധാരാളം ജോലിക്കാരുണ്ട്, പിതാവിനോട് പറയും, പിതാവേ അങ്ങേക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തു, ഇനി അങ്ങയുടെ പുത്രനെ വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നു. അപ്പോൾ പിതാവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ സ്നേഹത്തോടുകൂടി പിതാവ് സ്വീകരിക്കുന്നു. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും പഠിപ്പിക്കുന്നതുമൊക്കെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം വിശ്വാസ ജീവിതത്തിലെ, പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ്. ദൈവശാസ്ത്രം, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവനും ദൈവശാസ്ത്രം തരുന്ന ഒരു പുസ്തകമാണ്, ഒരു ഗ്രന്ഥമാണ് ന്യായാധിപന്മാരുടെ പുസ്തകമെന്ന് പറയുക. അപ്പോൾ ഇത് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട രംഗമെന്ന് പറയുന്നത് ഇതാണ്. കർത്താവിൻ്റെ ജനം, പുതിയൊരു ജനമുണ്ടാകുമ്പോൾ ആ ജനം ദൈവത്തെ മറന്ന് അന്യദേവന്മാരുടെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ ദൈവം അവരെ മറ്റ് ദേശക്കാർക്ക് വിറ്റുകൊടുക്കും. ആ ജനം ദൈവത്തിന് മുമ്പ് നിലവിളിക്കും. ആ നിലവിളിക്ക് ഉത്തരമായിട്ട് കർത്താവ് അവർക്ക് ഒരു രക്ഷകനെ ദാനമായിട്ട് കൊടുക്കും. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒഥനിയേൽ, ഒന്നാമത്തെ ഒരു ന്യായാധിപനാണ് ഒഥനിയേൽ, 3-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ. അതുപോലെ തന്നെ
വേറൊരു അടുത്ത ഒരു ന്യായാധിപനാണ് യഹൂദ്. 3-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ. മൂന്നാമത്തെ ഒരാളാണ് ഷംഗാർ 31-ാമത്തെ വാക്യത്തിൽ. 3 പേരെ 3-ാമത്തെ അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവരെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഇവരെ സെലക്ട് ചെയ്യുന്ന മാർഗം ഇതാണ്. ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ നിന്നായിരിക്കും ഇവർ വരുന്നത്. എല്ലാവരും ഒരു ഗോത്രത്തിൽ നിന്ന് വരണമെന്ന് നിർബന്ധമില്ല. പല ഗോത്രങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒഥനിയേൽ കാലേബിൻ്റെ ഇളയ സഹോദരനായ കെനാസിൻ്റെ പുത്രൻ ഒഥനിയേൽ, അതായത് ജൂദ ഗോത്രത്തിൽപ്പെട്ട കാലേബിൻ്റെ എന്ന് വേണം പറയാം. യഹൂദ് ആണെങ്കിൽ യഹൂദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗോത്രം എഫ്രായിം മലമ്പ്രദേശത്തുള്ള ഒരു ഗോത്രം. ഷംഗാർ യഹൂദിൻ്റെ പിൻഗാമിയും അനാത്തിൻ്റെ പുത്രന്മാർ ഷംഗാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സെയിം ഗോത്രത്തിൽപ്പെട്ടത്. പിന്നെ ദബോറായും ബെറാക്കും ഒക്കെ കടന്നു വരുന്നുണ്ട്. അത് വേറൊരു ഗോത്രം, അതായത് ഇസാക്കറിൻ്റെ ഗോത്രത്തിൽപ്പെടുന്നവർ. പിന്നെ നമുക്ക് കാണുന്നത് അങ്ങനെ പല ഗോത്രങ്ങളിൽ നിന്ന് ആണ് ഈ നേതാക്കന്മാരെ, ന്യായാധിപന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ന്യായാധിപന്മാരെ. ഈ ന്യായാധിപന്മാർ തിരഞ്ഞെടുത്തതിന് ശേഷം ഇവരുടെ പിൻതലമുറയ്ക്ക് ന്യായാധിപനാകാൻ സാധ്യമല്ല. കാരണം ഇതൊരു ഡിസെൻഡൻസി എന്ന് പറയുന്ന സാധനമില്ല. ഒരു തലമുറകൾ കൈമാറി വന്നിട്ടുള്ള ഒരു പരിപാടിയല്ല ന്യായാധിപൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക സാഹചര്യത്തിൽ ദൈവം അപ്പോയിൻ്റ് ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ദൈവം ഉയർത്തുന്ന വ്യക്തികളാണ് ഈ ന്യായാധിപന്മാർ എന്ന് പറയുക. ദൈവം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലൂടെ ദൈവം ഉയർത്തുന്ന വ്യക്തികളാണ് ന്യായാധിപന്മാർ, രക്ഷ നൽകുന്ന വ്യക്തികളെന്നാണ് ഇതിനൊക്കെ അർത്ഥം. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവർ ആരും തന്നെ ഡിസെൻഡൻസ് അല്ല. ഡിസെൻഡൻസി എന്ന് പറയുന്ന സാധനമില്ല, അല്ലെങ്കിൽ പിൻതലമുറക്കാർ കടന്നു വരുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ ഈ ന്യായാധിപന്മാരുടെ ജീവിതം പറയുന്ന ഏറ്റവും അവസാനത്തെ ഭാഗമായ ശമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശമൂവേൽ ചെയ്ത ഏറ്റവും വലിയ തിന്മയായിട്ട് വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നത് ഇതാണ്: അവൻ തൻ്റെ പുത്രന്മാരിൽ 2 പേരെ ന്യായാധിപന്മാരായിട്ട് അവരോധിച്ചു. ഒരാളെ ബെർശബായിലും മറ്റൊരാളെ വേറൊരു സ്ഥലത്തും അവരോധിച്ചു. നോക്കിക്കേ, ശമൂവേൽ ചെയ്ത ഏറ്റവും വലിയൊരു തിന്മയായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിൻ്റെ പുത്രന്മാരൊന്നും തന്നെ നിന്നെപ്പോലെ നടക്കുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഡിസെൻഡൻസി അല്ലെങ്കിൽ ഒരു സക്സഷൻ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു പിൻതലമുറ കാണാൻ സാധിക്കത്തില്ല ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ. എന്നാൽ രാജാക്കന്മാരാകട്ടെ പിൻതലമുറകളാണ് രാജാക്കന്മാരുള്ളത്. പിൻതലമുറകളിലൂടെയാണ് കടന്നു വരിക. രാജാക്കന്മാർക്ക് പിൻതലമുറയുണ്ട്. ദൈവമാണ് അവരെ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ജൂദാദേശത്തിലെ രാജാക്കന്മാരെ ഉയർത്തുന്നത് ദൈവമാണ്. ആ ദൈവത്തിലൂടെ ഒരു പുതിയ ഡിസെൻഡൻസ് അല്ലെങ്കിൽ സക്സഷൻ കടന്നു വരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദ് രാജാവിനെ കർത്താവ് അഭിഷേകം ചെയ്തു, ഉയർത്തി. അവൻ്റെ പുത്രനായ സോളമനിലൂടെയും അതിനുശേഷം അബിയ, ആസ, ജോസഫാത്ത്, യോവാഷ് തുടങ്ങിയ വ്യക്തികളിലൂടെ ഉസിയ, ജോഥാം, ആഹാസ്, ഹെസക്കിയ, മനാസെ, പിന്നെ അമ്മോൻ, ജോസിയ, യഹോയാക്കിൻ, സദക്കിയ എന്നിങ്ങനെയുള്ള ഒരു വംശമുണ്ടാകുകയാണ്. അതായത് ദാവീദ് രാജാവിൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ. ഇതാണ് ന്യായാധിപന്മാരും ഈ രാജാക്കന്മാരും തമ്മിലുള്ള വ്യത്യാസമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യത്യാസം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ തുടർന്ന് വരുന്ന ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതാണ് ന്യായാധിപന്മാരുടെ പ്രത്യേകത. ഇനി ഓരോ രാജ്യങ്ങൾക്കെതിരെയും ഈ ന്യായാധിപന്മാർ പൊരുതുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 3-ാമത്തെ അധ്യായത്തിലെ ഒഥനിയേൽ പൊരുതുന്നത് ആർക്കെതിരെയായിട്ടാണ്?
മെസ്സപ്പൊട്ടോമിയൻ രാജാവായ കുഷാൻ റിഷത്തായിമിന് എതിരായിട്ട്. യേഹൂദ് പൊരുതുന്നത് എഗ്ലോൺ മോവാബ് രാജാവായ എഗ്ലോണെതിരായിട്ട്. ഷംഗാർ പൊരുതുന്നത് ഫിലിസ്ത്യൻ രാജാവായ ഫിലിസ്ത്യർക്കെതിരെ. ദെബോറായും ബെറാക്കും കൂടി പൊരുതുന്നത് ഹത്സോറിലെ രാജാവായ ജാബിനെതിരെ. ഗിദയോൺ എന്ന് പറയുന്ന രാജാവ് പൊരുതുന്നത് മിദിയാൻകാർക്കെതിരെ. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പറയുന്ന വ്യക്തി ആരാ, പിന്നെ പറയുന്നത് ജഫ്ത പൊരുതുന്നത് അമ്മോന്യർക്കെതിരെ. സാംസൺ പൊരുതുന്നത് ഫിലിസ്ത്യർക്കെതിരെ. ശമൂവേലും പൊരുതുന്നത് ഫിലിസ്ത്യർക്കെതിരെ. അതുകൊണ്ട് ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് അവസാനത്തെ ഒരു ന്യായാധിപനും അതുപോലെ തന്നെ ആദ്യത്തെ പ്രവാചകന്മാരിൽ ഒരുവനും പുരോഹിതനുമായ ശമൂവേലിലൂടെയാണ് ന്യായാധിപന്മാരുടെ ഗണം അവസാനിക്കുന്നത്. അങ്ങനെ ധാരാളം ന്യായാധിപന്മാർ നമ്മളുടെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതി പല രാജ്യങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് പല ന്യായാധിപന്മാർ രക്ഷകർ കടന്നു വരികയും ആ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും അതുവഴിയായി ഇസ്രായേൽ ജനത്തിൻ്റെ രോദനം, കർത്താവ് കേട്ട ആ രോദനം, അതിനനുസരിച്ച് കർത്താവിൻ്റെ പ്രവർത്തനം ഈ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ നിർവഹിക്കുകയും ചെയ്ത വ്യക്തികളെയാണ് ന്യായാധിപന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്.